ഞങ്ങൾ ഒരു 10, 12, 14 ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉൾഗ്രാമങ്ങളിൽ പോയിട്ട് കുട്ടികളെ കണ്ടെത്തി അവരെ ഏറ്റവും മികച്ച അക്കാദമികളിലേക്ക് എത്തിച്ചിട്ട് അവരുടെ എല്ലാ ചിലവുകളും നമ്മൾ വഹിച്ച് ആ കുട്ടികളുടെ ഭാവി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുട്ബോളിൻ്റെ ഭാവി മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. വൈശാഖ് നമ്മുടെ ആംപ്യൂട്ടി ഇന്ത്യൻ ടീം ക്യാപ്റ്റനാണ്. മിക്കവാറും എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ PT പീരീഡിൽ ഒരു മാത്സ് ടീച്ചർ വന്നു കഴിഞ്ഞാൽ PT പീരീഡ് ആയിരിക്കും ചിലപ്പോൾ ആ കുട്ടി ഫിസിക്കലി കുറച്ച് ഒന്ന് അനങ്ങി ആ കുട്ടിക്കൊരു കണ്ടീഷൻ കുറച്ചുകൂടി ബെറ്റർ ആവുന്നൊരു ആക്റ്റീവ് ആവുന്ന ടൈം. നമ്മൾ ആ പീരീഡ് കൂടി നമ്മൾ ആ കുട്ടീനെ പിടിച്ചിട്ട് നമ്മൾ ഒരു റൂമിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കുകയാണ്. ഇപ്പോഴും ഒരു സ്പോർട്സ് ഇവൻറ്റിൻ്റെ അതിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കുന്നില്ല, അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റികളെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇന്ത്യയിൽ വളരുന്നത്. അത് മാത്രമല്ല, പകരം സ്പോർട്സിൽ എത്ര കരിയർ ഉണ്ട്, അതെങ്ങനെ കൊണ്ടുവരാം. നമ്മൾക്ക് പ്രധാനമായിട്ടും ഇന്ത്യയിലോ കേരളത്തിൽ എവിടെയും ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല. എല്ലാവർക്കും വേണ്ടത് എന്താണ്? എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൻ SLCയിൽ ഫുൾ A+ അടിക്കണം, അല്ലെങ്കിൽ +2 ഫുൾ A+ അടിക്കണം. പകരം എൻ്റെ മകൻ ഒരു ഫുട്ബോൾ ഇവൻറ്റിൽ മുകളിലേക്ക് കയറി വരുന്നത് കേൾക്കാനൊന്നും താല്പര്യമില്ല. ഫുട്ബോളിൽ തന്നെ 30-35 പ്ലെയേഴ്സ് നമുക്ക് സൈൻ ചെയ്യണം. ആ സൈൻ ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റ് പ്ലെയർക്ക് കൂടി, ഇപ്പോൾ പ്രൊഫഷണൽ കളിക്കണമെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പ്ലെയർക്ക് കൂടെ നല്ലൊരു ഡോക്ടർ മേടിക്കുന്ന പൈസേനേക്കാളും കൂടുതൽ വരുമാനമുണ്ട്. അല്ലെങ്കിൽ ബാക്കി ഇഷ്ടം പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുട്ബോളിൽ തന്നെ ഒരുപാട് വേക്കൻസി ഉണ്ട്. കോച്ച്, അസിസ്റ്റൻറ്റ് കോച്ച്, മാനേജർ, ഇനി എന്തിന് ഫോട്ടോഗ്രാഫർ, അത് ഇതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടം പോലെ. ഈ ഫീൽഡ് തിരഞ്ഞെടുക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രൊഫഷനല്ല എന്ന് നമ്മൾ ഇന്ത്യക്കാരുടെ തെറ്റിദ്ധാരണ. സ്പോർട്സ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്.